ഭർത്താക്കന്മാരെ, നമ്മളൊന്ന് വീണാൽ നമ്മെ പിടിച്ചിരുത്താനുള്ളത് ഭാര്യയാണ്. നമ്മുടെ ഏത് അവയവും കഴുകിത്തരാൻ പറ്റുന്നത് ഭാര്യയാണ്. ഭാര്യമാരോടുള്ള കടമ മറക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ആലോചിച്ചോളിയും. എത്ര ടൂർ പോയാലും എത്ര കറങ്ങിയാലും അവസാനം എത്തിക്കിടക്കുന്നത് ഈ ഭാര്യന്റെ വീട്ടിൽ, അവസാനം അവരുടെ ചാരത്തേക്കാണ്. അവരെ പരിഗണിക്കാതെ നമ്മൾ നാട്ടിൽ മുതലാളിയായാൽ കാര്യമില്ല. അവരോടുള്ള നന്ദിയും അവരോടുള്ള പരിഗണനയും കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോയ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മനുഷ്യൻ തന്റെ വീട്ടിലെ ഇണകളോട് കുടുംബത്തോട് മര്യാദയിൽ പെരുമാറിയാൽ ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കൂട്ടത്തിലെ കുടുംബത്തിലെ നല്ലവനാണ്. ഭാര്യനോട് മക്കളോട് നല്ലപോലെ പെരുമാറണം. സഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോട് എന്താ അത്ര വല്ല ചെയ്യാനുള്ളത്? നീ അവൾക്ക് വസ്ത്രം കൊടുക്കണം, നീ അവൾക്ക് ഭക്ഷണം കൊടുക്കണം. വലാ തദ്രിബിൽ വജ്ഹ, അവളുടെ മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ, അവളെ വശലാക്കരുത്. വലാ തഹജുറു ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. ഇസ്ലാമിക മര്യാദകളാണ് പഠിപ്പിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെണ്ണാണെന്ന പരിഗണന, അവളുടെ മനസ്സിന്റെ പോരായ്മകൾ, അവളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം തിരിച്ചറിയണം. പ്രവാസികളെ, ആവശ്യത്തിന് ലീവ് എടുക്കാൻ ശ്രമിക്കണം. ബാംഗ്ലൂരുകാരെ, ആവശ്യത്തിന് നാട്ടിലെത്താൻ ശ്രമിക്കണം. ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുന്നിടത്ത് ഫാമിലിയെ കൊണ്ടുപോകണം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഒരുപാട് പേർ. ഒരു കുഴപ്പമില്ല, ആള് സ്ഥലത്തില്ല, 4 കൊല്ലം കൂടുമ്പോഴാ ലീവ്, 3 കൊല്ലം കൂടുമ്പോഴാ ലീവ്. അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റൂല, അയാൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റൂല.